ಸ್ವಲ್ಪ ಬ್ಯಾಗ್ നമുക്ക് ഗണപതി ഭഗവാന്റെ മുന്നിൽ ഒരു നാളികേരം ഉടയ്ക്കണം. അപ്പൊ നമ്മള് വിശിഷ്ടാതിഥികള് അവിടേക്ക് വരണം, അവിടെ നിലവിളക്ക് കൊളുത്തണം. എല്ലാവരും അങ്ങോട്ട് വന്നതിന് ശേഷം കൊടി ഉയർത്താം, നമ്മുടെ പന്തലിന്റെ കാൽനാട്ടൽ ഉയർത്താം. അതിനെല്ലാവരും സഹകരിച്ചുകൊണ്ട് അവിടേക്ക് വരണം. ഇവിടെ ആരും നാളികേരം എവിടെ? നാളികേരം
ഒന്നോളി ആ മതി അതിപ്പോ വളക്ക് നോക്കണ്ട മണിയുടെ വളക്ക് നോക്കണം മണികണ്ടെ വളക്ക് നോക്കണം വിളക്ക് വേണമെങ്കിൽ മാറ്റിയിരിക്കാം വിളക്ക് മാറ്റിയിരിക്കാം അങ്ങോട്ട് മാറ്റി ഇങ്ങനെയല്ല അവിടെ താഴ്ത്ത് കാൽനാട്ട് കർമ്മം വളരെ സുഖമായി ഐശ്വര്യമായി ഇവിടെ നടന്നു. നടുവിലാൽ പന്തല് നമ്മുടെ സെയ്തലവി ചെറുതുരുത്തി സെയ്തലവിയാണ് അതിൻ്റെ നിർമ്മാണ ചുമതല വഹിക്കുന്നത്. നായക്കനാൽ പന്തലിൻ്റെ മണികണ്ഠൻ. അപ്പോൾ നല്ല അതിമനോഹരമായ പന്തലുകളാണ് ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത്. 100 അടിയോളം ഉയരം ഉണ്ടാവും. അതിമനോഹരമായ വർണ്ണപ്പകട്ടോടു കൂടിയുള്ള ലൈറ്റിംഗ് സംവിധാനത്തോടുകൂടി സാമ്പിൾ വെടിക്കെട്ട് എല്ലാം സ്വീകരിച്ച് അതിൻ്റെ ലൈറ്റ്സും ഒക്കെ ഓൺ ചെയ്തുകൊണ്ട് അന്ന് എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും വളരെ അതിമനോഹരമായ പന്തൽ കാണാവുന്നതാണ്. പ്രസിദ്ധമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പന്തലുകളുടെ കാൽനാട്ട് കർമ്മമാണ് ഇവിടെ നടന്നത്. ഇതുവരെ നടന്ന പൂരങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ ഏറ്റവും നല്ല രീതിയിൽ പൂരം നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നിട്ടുണ്ട്. അതിൽ പാർമേക്കാവും തിരുവമ്പാടി പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട്. മറ്റ് ഘടകപൂരങ്ങളുണ്ട്. ഇതിനെല്ലാം ആദിത്യമുരളി കൊച്ചിൻ ദേവസ്വം ബോർഡ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ 28ാമത്തെ തൃശ്ശൂർ പൂരമാണ് ഇന്നിവിടെ. അതിൻ്റെ പ്രാരംഭം കുറിച്ചുകൊണ്ട് പന്തലിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പന്തലിൻ്റെ കാൽനാട്ടൽ കർമ്മമാണ് ഇവിടെ നടന്നത്. നടുലാലിലും നാക്കനാലിലും ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ വലിയൊരു ജനാവലിയുടെ ആ പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ഈ 2 പന്തലിൻ്റെയും കാൽനാട്ടൽ കർമ്മം ഇവിടെ നടന്നത്. ഇനിയുള്ള ദിവസങ്ങൾ പൂരത്തിൻ്റെ ദിവസങ്ങളാണ്. കഴിഞ്ഞ വർഷമുണ്ടായ ചെറിയ പ്രശ്നങ്ങൾ അതെല്ലാം നമ്മുടെ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് സംസാരിച്ച് അതിനെല്ലാം ഏതെല്ലാം തരത്തിലുള്ള റെമഡീസാണ് എന്ന് കണ്ടെത്തുകയും ആ റെമഡീസ് എല്ലാം വിശകലനം ചെയ്ത് ഈ പൂരത്തിന് യാതൊരുവിധ 2025 പൂരത്തിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ വളരെ ഭംഗിയായി ജില്ലാ ഭരണകൂടവും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ദേവസ്വങ്ങളും എല്ലാവരും ഒരുമിച്ച് കൂടി നിന്ന് നമുക്ക് നടത്താൻ സാധിക്കും. ഈ പൂരത്തിൻ്റെ ആഘോഷത്തിലേക്ക് എല്ലാവരെയും
എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എല്ലാവരും ഇനിയുള്ള നാളുകളിലേക്ക് തൃശ്ശൂരിലേക്ക് വരുവാനും ലോകത്തിൽ എവിടെയെല്ലാം മലയാളികളുണ്ടോ ആ മലയാളികളെല്ലാം ഈ കാഴ്ച കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി പൂരത്തിൻ്റെ അലയടികളിലേക്ക് നീങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ 2 വാക്ക് സംസാരിക്കും. പ്രിയമുള്ളവരെ, പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം വീണ്ടും സമാഗതമായിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള പ്രൗഢിയോടും ആകർഷകത്തോടും കൂടി ഇത്തവണ പൂരം നടത്തുവാൻ വേണ്ടി പൂരപ്രേമികളും ഭക്തജനങ്ങളും ദേവസ്വങ്ങളും സർക്കാരുകളും എല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ്. എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ ഇത്തവണത്തെ പൂരം ഗംഭീരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ലോകപ്രശസ്തമായ തൃശ്ശൂർ പൂരത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ 2 പന്തലുകൾ ആ 2 പന്തലുകളുടെ കാൽനാട്ട് കർമ്മം നടന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന നയന മനോഹരമായ കാഴ്ചകളുമായി ഇത്തവണത്തെ പൂരം വളരെ ഭംഗിയാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് എല്ലാവിധ സഹകരണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. നിങ്ങൾ എല്ലാവിധ സഹകരണം പ്രതീക്ഷിക്കുന്നു.